ഈ ക്യാൻസർ നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്തെങ്കിലും വാർണിംഗ് സൈൻസോ അല്ലെങ്കിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ? ഞാൻ ഈ ക്വസ്റ്റ്യൻ രണ്ടായിട്ട് എടുക്കട്ടെ. എന്തുകൊണ്ട് ഇപ്പം ക്യാൻസർ കൂടുന്നു? അപ്പം ക്യാൻസർ കൂടാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം വളരെ അഡ്വാൻസ്ഡ് ആണ്. ആക്സസ് ടു ഹെൽത്ത് കെയർ, അതായത് നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ടേർഷ്യറി സെന്റർ, അതായത് ഏറ്റവും പിന്നക്കൾ ബേബി പോലത്തെ ഒരു ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് അവൈലബിലിറ്റി, യു ക്യാൻ ജസ്റ്റ് വാക്ക് ഇൻ. അപ്പം അവിടെ നമുക്ക് യു ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് എവറിത്തിങ് ഇൻ കേരള. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു, ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു. അപ്പം ചില ക്യാൻസറുകൾ, ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അപ്പം ഇതൊക്കെ വളരെ പതുക്കെ കുറേ വർഷം എടുത്തിട്ട് വളരുന്ന മുഴകളാണ്. അപ്പം നമ്മളിപ്പം ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കുന്നു. തൈറോയിഡ്, ബ്രസ്റ്റ്, ഇതൊക്കെ നമ്മുടെ നേരത്തെ കണ്ടുപിടിക്കുന്നു, നേരത്തെ സുഖപ്പെടുന്നു. പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി പറയാനായിട്ട് മുന്നോട്ട് വരുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, പണ്ട് കൂടുതലായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൂടുതലായിട്ട് തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസേഴ്സ് ആയിരുന്നു ക്യാൻസർ വന്നുകൊണ്ടിരുന്നത്. അപ്പം ആൾക്കാരുടെ ലൈഫ് സ്പാൻ കുറവാണ്. അപ്പം പെട്ടെന്ന് അവിടെ അവർ ചാപ്റ്റർ ക്ലോസ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കൂടുതലായിട്ട് സംസാരിക്കാത്തത്. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കാണുന്നു, ആൾക്കാർ നല്ല ധൈര്യമായി മുന്നോട്ട് വന്ന് ഞാനൊരു സർവൈവർ ആണെന്ന് പറയുന്നു. അപ്പം നമുക്ക് കൂടുതൽ എക്സ്പോഷ്യർ, ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ബെറ്റർ ഏർലി ഡയഗ്നോസിസും കൂടി. അപ്പം അതും ഒരു റീസണാണ്. സെക്കൻഡ് റീസൺ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്, വെസ്റ്റേണൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് വെജിറ്റബിൾസിൻ്റെ കുറവ്, ഫൈബേഴ്സിൻ്റെ കുറവ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ തേർഡ്, നമ്മൾ എക്സസൈസ്, ഒബീസിറ്റി. പണ്ടത്തെ നമ്മുടെ കാരണവന്മാരൊക്കെ പറയാം നല്ല ആക്റ്റീവായിരുന്നു ഫിസിക്കലി, ദേ യൂസ് ടു വാക്ക് എ ലോട്ട്. അവർ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്ത് ജിമ്മിൽ പോയി കഴിഞ്ഞാലേ നമുക്ക് എക്സസൈസ്, ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇപ്പൊ പറ്റും. എല്ലാം ഓഫീസ് ജോബ്സ്, ഇരുന്നുകൊണ്ടുള്ള ജോലികളാണല്ലോ അധികവും. പിന്നെ സാറ് പറഞ്ഞ പോലെ സ്ട്രെസ് ലെവൽസ് ഡെഫിനറ്റ്ലി ഹയർ. പണ്ട് ലൈഫ് വാസ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ എന്ന് ചിന്തിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം വി ആർ ഡീലിംഗ് വിത്ത് സ്ട്രെസ് ഓൺ എ ഡിഫറെന്റ് ലെവൽ. അപ്പം ഇത് ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് വാസ് ഐ തിങ്ക് ലൈക്ക് ഏർലി ഡയഗ്നോസിസിന്റെ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പം നമുക്ക് ക്യാൻസർ പല സ്റ്റേജിൽ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രോഗലക്ഷണം വരുന്നതിന് മുന്നേ, ഒന്നും വരാതെ തന്നെ നമ്മളത് കണ്ടുപിടിക്കുമ്പോഴാണ് ഇത് ഏർലി സ്റ്റേജ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഒരു രോഗലക്ഷണം വന്നതിന് ശേഷം മാറ്റിക്കഴിയുമ്പം അത് കുറച്ചുകൂടെ ഒരു സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജോ ഒക്കെ ചിലപ്പം ആയി എന്ന് വരാം. ഇപ്പം ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ ഒരു 8 മില്ലിമീറ്റർ അല്ലെങ്കിൽ 7 മില്ലിമീറ്റർ ചിലപ്പം നമുക്ക് രോഗലക്ഷണമായിട്ട് വരില്ല, ഒരു മുഴയായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പം അത് നമുക്ക് സ്ക്രീനിങ്ങിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ടെക്നീക്സ് യൂസ് ചെയ്തേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തതിൽ ക്യൂർ റേറ്റ് ഭയങ്കര ഹൈ ആണ്. രോഗലക്ഷണം വന്നിട്ട് അത് കണ്ടുപിടിക്കുമ്പം അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഡ്രോപ്പ് വരുന്നു. പിന്നെ നല്ല രോഗലക്ഷണം, നല്ല സിംറ്റമാറ്റിക് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പിന്നെ സർവൈവൽ കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും. അപ്പം അത് ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് ഓരോ സൈറ്റിനനുസരിച്ച്, ഇപ്പം ബ്രെയിൻ ട്യൂമർ വരുവാണെങ്കിൽ ഒരു തലവേദന പെർസിസ്റ്റൻ്റ് ആയിട്ട്, ഒരു സൈഡിലെ വീക്ക്നെസ്, കാലിൽ നടക്കാൻ ബുദ്ധിമുട്ട്, ഒരു കോർഡിനേഷൻ ഇഷ്യൂസ്, വിറയൽ, കാഴ്ച മങ്ങൽ, അങ്ങനെ കുറെ സിംറ്റംസ് ആയിട്ട് വരാം. ഡോക്ടർ, ഏത് ടൈപ്പ് ക്യാൻസർ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട്, ലൈക്ക് ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയിട്ടേ അറിയുന്നുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ വരിക? എല്ലാ ക്യാൻസറിനും അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പം ഒരു ബ്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് പുറത്തെ ഒരു അവയവമാണ്. ഇപ്പം ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളിൽ ഏത് വന്നു കഴിഞ്ഞാലും കുറച്ച് പാടാണ്. ഉദാഹരണത്തിന് ലങ് ക്യാൻസർ ഒരു 2 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ ഉണ്ടെങ്കിൽ ഒരു ചുമ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. കാരണം അത്രയും വലിയ നമുക്ക് ശ്വാസകോശത്തിന്റെ ഏരിയ കുറച്ച് കൂടുതലാണ്. അപ്പം അതിൻ്റെ അകത്തൊരു മുഴയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് ഒരു സിംറ്റം, രോഗലക്ഷണമായിട്ട് ചുമയോ ഒന്നും വരണമെന്നില്ല. അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ ഈ നെഞ്ചിന്റെ ആ ഒരു ട്രക്കിയ എന്ന് പറയുന്ന ശ്വാസനാളിയുടെ അടുത്താണെങ്കിൽ ഒരു ചുമ വന്നേക്കാം, അല്ലെങ്കിൽ ലങ്സിൽ നീർക്കെട്ട് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഫുൾ സ്പ്രെഡ് ആകുമ്പോഴൊക്കെ ആയിരിക്കും ചുമ വരുന്നത്. പാൻക്രിയാസ്, അതിൻ്റെ അകത്തൊരു ചെറിയൊരു മുഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വൻകുടലോ അല്ലെങ്കിൽ ആമാശയോ, സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈൻസും. അപ്പം യൂഷ്വലി എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സിംറ്റംസ് ഉണ്ടാവും. അതായത് ഒരു ഏകദേശം എല്ലാവർക്കും ഇപ്പം ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്നവരായിരിക്കും. അപ്പം നമുക്ക് ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം ഒരു നോർമൽ ഒരു ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്ന പെപ്റ്റിക് അൾസർ ഡിസീസും ചിലപ്പോൾ അതിൻ്റെ അടിയിലൊരു സ്റ്റൊമക് ക്യാൻസർ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം, ഒരു പ്രോപ്പർ ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാതെ നമ്മൾ നോർമലി ഒരു ഫാർമസി പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് അല്ലേ?
ഒരു അപ് ടു എ പോയിന്റ്. സ്റ്റൊമക് ക്യാൻസർ ഒക്കെ പറയുമ്പോൾ ഒരു 3-4 മാസമായിട്ട് അവർ ഓൾറെഡി ഗുളിക കഴിക്കുന്നവരായിരിക്കും ഇതിനായിട്ട്. പക്ഷെ അവരെ ടെസ്റ്റിംഗ് ചെയ്യാൻ പറയുമ്പം ടെസ്റ്റ് ചെയ്യാൻ ഒരു മടിയുണ്ടാവും അവർക്ക്. കാരണം ഇത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ്. അപ്പം അത് എനിക്കിപ്പോഴും ഉണ്ട്. എന്തിനാണ് ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നതെന്ന് തിരിച്ച് ചിന്തിച്ചാലും തെറ്റ് പറയാനില്ല. കാരണം നമ്മൾ 10 പേർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്കായിരിക്കും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുക. ബാക്കി 9 പേരും നമുക്ക് എന്തിനാണ് വെറുതെ ഞാൻ പൈസ കളഞ്ഞെന്നൊരു തോട്ടം ചിലപ്പം വന്നേക്കാം.